ഇന്ന് നാട്ടുകാരൊക്കെ നന്നാവണമെന്ന് നമുക്ക് അഭിപ്രായം ഉണ്ട്. നമ്മൾ തൊള്ളയിൽ കൊഗ്ഗാണ്, മിണ്ടാതിരിക്കുക. ആ മുന്നിലുള്ള കാരണന്മാര് ഖത്തീബ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ വഅലൈക്കും അസ്സലാം എന്നാണ് പറഞ്ഞാല് മേലെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം തുടങ്ങാൻ ഒരുങ്ങുണ്ടാവും ചെറുപ്പക്കാര്. അവർക്ക് മനസ്സിലാവും താഴത്ത് ജുമുഅ ഉണ്ടല്ലേ, അപ്പോലും മുണ്ടൂല. കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വർത്താനം തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്കാരം. അപ്പോഴാണ് ഖത്തീബ് മീമ്പറമൊക്കെ അങ്ങോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ ഔത്തുപള്ളിയുള്ള കാരണന്മാര് ഉറക്കെ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ മേലുള്ളവർക്ക് മനസ്സിലായി താഴത്ത് ജുമുഅ ഉണ്ട്. പിന്നെ ഇങ്ങനെ തുടങ്ങി വരുമ്പോഴാണ് കലാമു റബ്ബിൽ ആലമീൻ അവിടെ. പിന്നെ രണ്ടാം ഖുതുബ തുടങ്ങുക. പിന്നെ ഇങ്ങനെ കേട്ട് ശീലായതുകൊണ്ട് വേഗം വർത്താനം തുടങ്ങും. അപ്പൊ അങ്ങനെ കുറച്ചേരം ഇങ്ങനെ ഓതിയിട്ട് പിന്നെ പറയും സയ്യിദുനാ അവ്വലുൽ ഖുലഫാഇ സയ്യിദുനാ അബൂബക്കറിൻ സിദ്ദീഖ്. അപ്പൊ എല്ലാരും കൂടിയും റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോ ഖുതുബ ഏകദേശം അവസാന ഭാഗത്താക്കിയിട്ട് ഇനിയിപ്പോ വർത്താനം പറയാൻ നേരമില്ല എന്ന് മേലുള്ളവർക്ക് മനസ്സിലാവും. ഓലാണ് പിന്നെ പുറത്തെ പള്ളിക്ക് ഇറങ്ങണത്, ഓലാണ് പിന്നെ ഔത്തെ പള്ളിക്ക് കയറണേ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെയ്യണ്ടേ. ഇത് നമ്മളിങ്ങനെ വല്ല എന്തേലും ഒലക്ക് മുണിഞ്ഞമാതിരി ഇങ്ങനെ ഇരുന്നാൽ പിന്നെ ഇവിടുന്ന് ഇപ്പൊ നേരാകുക. മുന്നിൽ നടക്കുന്നവര് കാണിക്കുന്ന എന്താണോ അത് കണ്ടിട്ട് ബാക്കിലുള്ളവര് വരും. ഇതൊന്നും വയത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നോട്ടീസ് ചെയ്ത് ഒട്ടിച്ചിട്ടോ ഒന്നും കാര്യമില്ല. പള്ളിക്ക് നിറയെ നോട്ടീസാണ് ഇപ്പൊ ചെന്നാല്. ചെരുപ്പൂരി വെക്കുക, തുപ്പരുത്, ഇളകരുത്, അനക്കരുത്, അങ്ങോട്ട് ഉണ്ടരുത്, വീടി കുറ്റിടരുത്, തുപ്പരുത്, അങ്ങനെ പോയിട്ട് ഖുതുബ പറയുമ്പോൾ സംസാരിക്കാതിരിക്കുക, ഹൗദുങ്കരയിൽ നിന്ന് സംസാരിക്കാതിരിക്കുക, ബ്രഷ് ഹൗദുങ്കരയിൽ വെക്കാതിരിക്കുക. അങ്ങനെ ഫുള്ള്. പുതിയ കമ്മിറ്റി വന്നാൽ പറയും വേണ്ട. കമ്മിറ്റി വന്ന ആദ്യത്തെ പരിപാടി നോട്ടീസ് അത്യാവശ്യമുള്ളത് ചെയ്യാം. ഇപ്പൊ ഓതുണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ദുആ ചിലപ്പോ എല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ല. അതൊന്ന് എഴുതി വെക്കുക, അതൊരു ഭംഗിയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതദഹിരീന വജഅൽനി മിൻ ഇബാദികസ് സാലിഹീൻ. അയ്യൽപ്പ എല്ലാവർക്കും കിട്ടൂല. അപ്പൊ ഒന്ന് എഴുതി വെച്ചാലൊരു ഈത്തികാഫിനെ നിയ്യത്തൊന്ന് ഓർമ്മപ്പെടുത്തിയാല് അത് നല്ലതാണ്. പല വിഷയങ്ങൾ മൊബൈൽ ഓഫാക്കണമെന്ന് അറിയായിട്ടാ, അതറിയായിട്ടല്ലോ. അതങ്ങനെ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും അറിയണതും ഓർമ്മയുള്ളതും എന്നാൽ ചെയ്യൂലെന്ന് വാശിയുള്ളതും അത് നമ്മൾ നോട്ടീസ് ഒട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നോട്ടീസ് ഒട്ടിച്ചു നടക്കൂല. പള്ളി മൊത്തം നോട്ടീസ് ഒട്ടിക്കരുത്. നാളെ ഞാൻ സുന്നി മഹല്ല് ഫെഡറേഷന്റെ സംസ്ഥാന ക്യാമ്പിൽ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കുന്ന ഒരുപാട് അസൗകര്യങ്ങളുണ്ട് മഹല്ലുകളിൽ. നമ്മൾ വിചാരം സൗകര്യം ഉണ്ടാക്കിയതാണ്, നോക്കിയാൽ അസൗകര്യക്കാരം. ഫുള്ളായിട്ട് ടൈൽസ് ഒക്കെ ഇട്ട് മുറ്റൊക്കെ കട്ടൊക്കെ വിരിച്ചതിന് ശേഷം ഹൗദുംകാരൊക്കെ കയറിനോടത്ത് വലിയ ഒരു ഗേറ്റ് ഉണ്ടാവും, നല്ലൊരു ഗേറ്റ്, നല്ല വിശാലമായത്. അതിന്റെ പകുതി മേലെ ഒരു കുറ്റിയും താഴെ ഒരു കുറ്റി ഇട്ടിട്ട് ഒരു കമ്പി കൊണ്ട് കെട്ടിയും വെച്ചിട്ടുണ്ടാവും തുറക്കാതിരിക്കാൻ. പിന്നെ എന്തിനാ ഗേറ്റ്? ഈ ഗേറ്റ് വെച്ചത് തുറക്കാനല്ലേ. മൂത്രപ്പരയെ ചെന്നാല് നല്ല വിശാലമായ ഒരു മൂത്രപ്പര, രണ്ട് സൈഡിലും മൂത്രം വയ്ക്കാനുള്ള സൗകര്യം. ഒരു സൈഡ് ഒരു മുള വെച്ച് കെട്ടിയിട്ടുണ്ടാവും. വെള്ളം മടിക്ക് ഒന്നല്ല, ഒരു മുള വെച്ചാണ് കെട്ടിയിട്ടുണ്ടാവും. എന്നാ പിന്നെ എന്തിനാ ഉണ്ടാക്കിയത്? സൗകര്യങ്ങളാണ് ഉണ്ടാക്കിയത്, ആയത് അസൗകര്യമാണ്. നല്ല വൃത്തിയുള്ള മൂത്രപ്പരയിൽ പിന്നെ ഒരു മുള വെച്ച് കെട്ടി അതിന്റെ വൃത്തി ഇപ്പൊ എന്താ പറയാ, തരക്കടില്ലാതെ ഉണ്ടാക്കുമ്പോ തന്നെ പകുതി ഭാഗം അടച്ചിടാനുള്ള സൗകര്യം ആദ്യം തന്നെ നല്ല വൃത്തിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു കയറ് ഇങ്ങനെ വലിച്ചു കെട്ടും ഇതൊക്കെയാണ് നമ്മളെ പരിപാടികൾ പറഞ്ഞത്. നല്ല വൃത്തിയില് ടൈൽസൊക്കെ ഇട്ട് നന്നായി ഡോറൊക്കെ വെച്ച് 3 കക്കൂസ് ഉണ്ടാവും, ഒന്നും തുറന്നിട്ടുണ്ടാവില്ല, 3 അടച്ചിട്ടിട്ടുണ്ടാവും. പിന്നെ എന്തിനാ ഉണ്ടാക്കിയത്? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ഇടങ്ങേറ് എന്ന് പറഞ്ഞാൽ കക്കൂസ് പോകാനുള്ള ഇടങ്ങേറന്നല്ലേ. നിക്കരിച്ചാ റോഡ് സൈഡിലും പറ്റും, ഇതിനൊക്കെ പറ്റൂലല്ലോ. എന്നിട്ട് നമ്മൾ അതിന് ഓരോ ന്യായം പറയും. അതിപ്പോ എല്ലാരും കയറൂലേ. പിന്നെ ഇത് എന്തിനുള്ളതാണ് ഈ പരിപാടി? ഇനി എവിടെയെങ്കിലും തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റിയും കുളത്തും ഉണ്ടാവൂല. 20 റുപ്യാണ് ഒരു കുളത്തിന്റെ വില. ആഴ്ചക്കൊന്ന് മാറ്റിയാലും നഷ്ടമൊന്നുമില്ല. 20 റുപ്യുള്ള ഒരു കുളത്തിടാനുള്ള വില ഉള്ളത്, അതിനാകെ വില ഉള്ളത്. കായില്ലെങ്കിൽ ബക്കറ്റ് കട്ടിയാൽ മതി. വെള്ളിയാഴ്ച ജുമയ്ക്ക് വരുന്നത് നമ്മളെ കുളത്ത് മാറ്റാൻ വേണ്ടിയുള്ള ഒരു പിരിവുണ്ട് എന്ന് പറഞ്ഞാല് 2000 റുപ്യ കിട്ടും. 2 കൊല്ലം കുളത്ത് മാറ്റാനുള്ള പൈസ തരും ആൾക്കാർ. എന്നിട്ട് അത് എവിടെയെങ്കിലും ഒരുത്തല്ലോ തുറന്നിട്ടുണ്ടെങ്കിൽ കുളത്തുണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് പരിപാടിയുള്ളത്. അത് ദുരുപയോഗം ചെയ്യുന്നത്. ഈ കക്കൂസിന്റെ ദുരുപയോഗം എന്ന് പറഞ്ഞത് അതന്നെയല്ല, വേറൊന്നുമില്ലല്ലോ. അതല്ലേ പാടെ നടക്കുക പരിപാടി. അപ്പൊ
ഇനിയിപ്പോ ദുരുപയോഗം ചെയ്യുന്നു എന്ന് വിചാരിക്കുക, 100-ൽ 2 പേരാണ് ചെയ്യുക. അതിനു വേണ്ടി 98 ആൾക്കാർക്കുള്ള അവകാശം നിഷേധിക്കാൻ പാടുണ്ടോ? ഇല്ല എന്ന് ഞാൻ പറയണമെന്നില്ല, ഉണ്ടാവും. 100-ൽ 2 പേര് ദുരുപയോഗം ചെയ്യുന്നു വെക്കുക. അതിനുള്ള പരിഹാരം എന്താ വെച്ചാൽ കാണല്ല വേണ്ടത്. ഇതാണ് സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കി തീർക്കുന്ന അസൗകര്യം. മുറ്റം നിറയെ കട്ട വിരിച്ചു, തുപ്പാൻ സ്ഥലമില്ല. ആ കട്ടട്ട ആളാരാച്ചാൽ അയാളെ ചെലവ് തന്നെ നല്ലൊരു വലിയ ചെടിച്ചട്ടി വാങ്ങുക, അതിൽ മണല് നിറച്ചിട്ട് എല്ലാ ഡോറിന്റെ അവിടെയും വെക്കുക, എന്നാ ഉഷാറായി. സൗകര്യം ഉണ്ടാക്കിയാണ്ട് അസൗകര്യം. ആ ചായ കൊടുക്കുക, എന്താ വെള്ളം എന്താണ് ബാക്ക് നീണ്ടു കൊടുക്കണം. എല്ലാവർക്കും ഉണ്ടോ അത് സ്റ്റേജിലുള്ളവർക്ക് മാത്രമാണോ? എന്നാ ബാക്ക് നീണ്ടു കൊടുക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. സന്തോഷം. എന്തോന്ന് വരുന്നുണ്ട്, സന്തോഷത്തോടെ ഇരുന്നോളി. നോട്ടം കെട്ട്, തൊള്ളേക്കുള്ള വഴി എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് ഇങ്ങോട്ട് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. അതിനാണ് ബാക്ക് നിന്ന് കൊടുക്കണേ. മുന്നൊന്ന് കൊടുത്താൽ എല്ലാവരും സംഘാടകരുള്ളത് മനസ്സിലായിക്കോളി. മുന്നൊന്ന് കൊടുത്താൽ എന്താ വെച്ചാൽ അവസാനത്തെ ആൾക്ക് കിട്ടുന്നത് വരെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കാണ്ടിരിക്കും. ബാക്ക് നിന്ന് കൊടുത്താൽ പിന്നെ കയ്യിലുണ്ട് എത്തിക്കഴിഞ്ഞല്ലോ, പിന്നെ ഇപ്പൊ അതിനെ കുറിച്ച് വലിയൊരു ആലോചന ഉണ്ടാവില്ല. അപ്പൊ ഏറ്റവും സൗകര്യം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ബാക്ക് നിന്ന് കൊടുക്കലാണ്. സ്റ്റേജുമോ പിന്നെ ഇപ്പൊ രക്ഷയൊന്നുമില്ല കൊടുക്കന്നെ. മറ്റേത് സാഹസികമുള്ളവർക്ക് ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുക എന്നാലേ. അല്ല, അതൊക്കെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ശീലിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ മാലിലൊക്കെ പരിപാടി നടത്തുമ്പോൾ 2 കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം. സദസ്സ് അലങ്കോലം ഉണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യരുത്. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ സദസ്സിന് അലങ്കോലമില്ലാത്ത തരത്തിൽ പ്ലാൻ ചെയ്യാം. സദസ്സ് നിറയെ ആളുണ്ടാവില്ല എന്ന് തോന്നിയാൽ നിറച്ച് കസാലിട്ട് വെക്കരുത്. ആളുള്ളതിനനുസരിച്ച് ഫ്രണ്ടിൽ കസാല ഇടുക, പിന്നെ ആള് വരുന്നതിനനുസരിച്ച് ബാക്കിൽ ഓരോന്ന് ഇട്ടുകൊടുത്തുകൊണ്ട് അങ്ങനെ സദസ്സ് വിശാലാക്കിയിട്ട് കൊണ്ടുവരിക. എന്നെങ്കിലും ആള് വരുമെന്ന് എഴുതിയിട്ട് നമ്മൾ നിറച്ച് കസാല ഇട്ടിട്ട് അതിൽ 4 മൂലക്ക 4 ആൾക്കാർ ഇരുന്നാലും ഒരു ഐബാണ്. അതേ സമയത്ത് നമ്മൾ മുന്നിൽ കുറച്ചിട്ട് അതിലൊരു കർട്ടനൊക്കെ കെട്ടി ഉഷാറാക്കി വെച്ച് ആള് വരുന്നതിനനുസരിച്ച് വിശാലമാക്കി കൊടുത്താൽ സംഗതി എപ്പോഴും നല്ലതായിരിക്കും. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അലങ്കോലമില്ലാതെ അറേഞ്ച്മെന്റ് ചെയ്യണം. രണ്ടാമത്തൊന്ന്, സംഘാടകർ പരിപാടി കേൾക്കണം. ഈ റമദാൻ മാസമൊക്കെ ആയാല് തസ്കിയത്ത് ക്യാമ്പാണ്, ഉസ്താദ് തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ടോ. എന്നിട്ട് നമ്മളീ നോൽമ്പൊക്കെ നോച്ചിങ്ങാണ്ട് ചെന്ന് ളുഹുറിന്റെ ശേഷം തുടങ്ങി, അല്ലെങ്കിൽ അസറിന്റെ ശേഷം തുടങ്ങി, നമ്മളിങ്ങനെ തസ്കിയത്ത് ആൾക്കാരെ നന്നാക്കി വയ്ക്കാരം. സംഘാടകർ മൊത്തം ബത്തൊക്കെ കട്ട് ചെയ്യാം നോൽമ്പറക്കല്ലേ. നമ്മളൊരു പരിപാടി നടത്തുന്നത് ആദ്യം നമ്മക്ക് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അങ്ങനെയല്ലോ, അധ്വാനത്തിന്റെ ഫലം ഏറ്റവും കൂടുതൽ അവനാ അനുഭവിക്കണ്ടേ. ഒരു പരിപാടി നാട്ടിലൊരു വായത നടത്തുന്നത് എന്തിനാ? ആരാണോ പ്രധാന സംഘാടകൻ ആദ്യം അയാൾക്ക് കേൾക്കാനായിരിക്കണം. അവനാ നന്നായിട്ടല്ല നാട്ടുകാർ നന്നായി, നമ്മൾ നന്നായ നാട്ടുകാർ ഓട്ടോമാറ്റിക്കായിട്ട് നന്നാവും. ഇപ്പൊ തന്നെ ഈ ഇരിക്കണേല് എന്ത് ചോദിച്ചാൽ കുറെ ആൾക്കാർ റെക്കോർഡ് ചെയ്യും. അതെന്തിനാ? വേറുള്ളവരെ നന്നാക്കാൻ, അവനാ നന്നാവൊന്നും വേണ്ടാന്ന്. ഇവിടെ വന്നിരുന്ന് കേൾക്കാത്തോൻ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയാ പിന്നെ കേൾക്കുവോ? ഉണ്ടാവില്ല. യാതൊരു കാരണവശാലും അത് സംഭവിക്കാൻ പോണില്ല. അവസാനം മെമ്മറി കാർഡ് എന്ന് അറിയുമ്പോൾ ഡിലീറ്റ് ചെയ്യും, അല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അതേ സമയത്ത് അത് കീശയിലിട്ടുകാണ്ട് ഇത് കേട്ടിരിക്കുകയാണെങ്കിൽ അത് വലിയ റാഹത്തായിരിക്കും. പൊതുവെ ഇപ്പം ഇവിടെ റെക്കോർഡിങ് കാണാനില്ല. സാധാരണ ഇങ്ങനെ പരിപാടിക്ക് എന്നാലും ഇങ്ങനെയൊന്നുമല്ല ഉണ്ടായാലും ഇങ്ങനെ എല്ലാവരും ഇരിക്കുക. ലൈവ് ഉണ്ട്, അതുകൊണ്ട് ഇക്കാരല്ലേ. എന്തായാലും ആയിക്കോട്ടെ, സന്തോഷം. ലൈവ് അതിന് ഒരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ, ഈ കല്യാണത്തിനൊക്കെ ചെന്നാലും നിക്കാഹിനൊക്കെ ചെന്നാലേ നിക്കാഹിന് വന്ന ആരും ഉണ്ടാവില്ല, ഒക്കെ ഫോട്ടോഗ്രാഫർ ആയിക്കാരം. നിക്കാഹിന് വന്നാൽ പ്രത്യേകിച്ചും കാണുന്നത് നിക്കാഹിന്റെ സദസ്സിൽ എല്ലാവരും ഫോട്ടോഗ്രാഫർമാരെ ഇക്കാരം. നിക്കാഹിന് സാക്ഷിയാകാൻ വന്ന ആരും ഉണ്ടാവില്ല. ആ പുതിയാപ്പിളി ഉണ്ടാവും, ചിലപ്പോൾ ഓന്റെ ഏതെങ്കിലും ഒരു അടുത്ത കൂട്ടുകാരനും ഉണ്ടാവും, ബാക്കിയൊക്കെ ഫോട്ടോഗ്രാഫർ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിങ്ങനെ ക്യാമറയും പിടിച്ചിങ്ങാണ്ട് നിൽക്കുക. അതിനൊരാളെ ഏൽപ്പിക്കണം, അയാളത് ചെയ്യണം, എല്ലാവർക്കും കൊടുക്കണം. ഇതൊക്കെ ചിലപ്പോൾ ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യതയായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ എല്ലാവരും കൂടി ആ കാര്യം ചെയ്യേണ്ട എന്താ വിഷയം? ക്യാമറ ഉള്ളവരും അല്ലെങ്കിൽ മൊബൈലുള്ളവരൊക്കെ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയാൽ ആരത്തപ്പം മൊബൈലില്ലാത്തത്, ആരത്തെ ക്യാമറ ഇല്ലാത്തത്, ആരത്തുള്ള ക്യാമറ വലുതല്ലാത്തത്. ഞാൻ ഇപ്പോൾ ഒരു ചെറിയ മൊബൈൽ ഇവിടെ കണ്ടത് ആജിയുടെ പോക്കറ്റിൽ മാത്രമാണ്. അത് ദേശം ചെറുപ്പമുള്ളതാണ്. ബാക്കിയൊക്കെ എല്ലായിടത്തും ഈ ചങ്ങായിക്ക് ഇതൊക്കെ നോക്കലാ പണിയെന്ന് ആലോചിക്കണ്ട. അതൊക്കെയാണ് ഈ വയലു വരണ സംഭവം. ഇതൊക്കെ നോക്കിയാൽ അത് പറയാൻ കഴിയുള്ളൂ. ഇതൊക്കെ എന്നാ കാണുമ്പോ ഒന്നും പറയില്ല, പിന്നെ ഈ പ്രസംഗിക്കുമ്പോൾ അതൊക്കെ പറച്ചില്. അതിനെ നമ്മൾ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ ഈ നടക്കണേന്നും തന്നെയാണ് ഈ പ്രസംഗത്തിന് മാറ്റർ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ആകാശത്ത് ഇറങ്ങി വരണമെന്നല്ല. ജീവിതത്തെ തൊട്ടുകൊണ്ട് സംസാരിക്കണം. ഇവിടെ വന്നതിൽ ഒരു ചെറിയ മൊബൈൽ ഞാൻ കണ്ടത് ആചാര്യ എടുത്ത് മാത്രമാണ്. ബാക്കിയൊക്കെ ആരത്തപ്പത് ഇല്ലാത്തത് എന്ന് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് ഇൽമ് 2 എന്ന് പറഞ്ഞത് ഇങ്ങനെ പോകുന്നതാണ്. ആൾക്കനുസരിച്ചാണ് മാറുക. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്, ആൾക്കനുസരിച്ചാണ് മാറുന്നത്. രണ്ടാമത്തത് പറഞ്ഞതാണ് അദ്ലുൽ ഉമറായി, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ നീതിബോധം.